തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വാർത്ത വന്ന സമയത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ചും ഇതുപോലെ ചെറുപ്പമായിട്ടുള്ള ഒരു 51 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറുപ്പമായിട്ട് പരിഗണിക്കാവുന്ന പ്രായം തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രായത്തിൽ മരണം സംഭവിക്കുന്നു. മാത്രമല്ല ആ ഒരു നടൻ ശക്തമായിട്ട് തിരിച്ചു വരുമായിരുന്നു ഡിക്റ്റേറ്റീവ്, ഉജ്ജ്വലം പോലുള്ള സിനിമകളിലൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു കാലത്ത് നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് ആർട്ടിസ്റ്റുകൾ പിന്നീട് കാലാന്തരത്തിൽ മാറിയിട്ട് അവർ നല്ല രീതിക്ക് പെർഫോം ചെയ്ത് ഒരുപാട് മാറ്റം സംഭവിക്കും. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഹരിശ്രീ അശോകനാണെങ്കിലും ഇന്ദ്രൻസ് ആണെങ്കിലും ഒക്കെ അതുപോലെ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുപോലെ ഒരു മാറ്റം കലാഭവൻ നവാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് ഈ ഒരു മരണവാർത്ത അറിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട്. പിന്നെ ഒരു നടൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും കലാഭവൻ നവാസ് ചെയ്തിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇഷ്ടം വരുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ വെട്ടം സിനിമയിലെ ക്യാരക്ടർ, അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷെ ചുരുക്കം സിനിമകളിലാണെങ്കിൽ പോലും കഥാപാത്രങ്ങൾ എന്നും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. സോ ആ ഒരു കഥാപാത്രം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ഫേസ് നോക്കുകയാണെങ്കിൽ പോലും പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മുഖമാണ്. ഒരു ചിരിക്കുന്ന മുഖം, സൗമ്യതയുള്ള മുഖം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ മുമ്പിൽ ഒരു കാലത്ത് കലാഭവൻ ട്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഒരു കാലത്ത് ആ ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഓളത്തെ കുറിച്ച് അറിയില്ല. ഒരു മലയാള സിനിമയിലെ ഒരു തലമുറ നമ്മളെ ഒരുപാട് അധികം ചിരിപ്പിച്ചതിന്റെ കാരണം തന്നെ ഈ ഒരു ട്രൂപ്പായിരുന്നു. ഈ ട്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു. അപ്പൊ അത്തരം ഒരു ട്രൂപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തി, ഇത്രയേറെ കാഴ്ചയിൽ പോലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അതിപ്പം പാർട്ട്ണറായിട്ടുള്ള രചനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഞാൻ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു എയ്സ്റ്റിക് കംപ്ലീഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ഒരു പാർട്ട്നേഴ്സിനെ കാണുന്ന സമയത്ത് ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം ഫീൽ ചെയ്യും. കാരണം രചനയില്ലാതെ നവാസില്ല, നവാസില്ലാതെ രചനയില്ല എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ട്. രണ്ടുപേരും ഒരുമിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു പൂർണ്ണതയുണ്ട്. ആ ഒരു സംഭവത്തിൽ പെട്ടെന്ന് ഒരാൾ മാത്രം അങ്ങ് ഒരു കഠിനമായിട്ടുള്ള നിശബ്ദതയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സോ ഇത് മരണം പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അബൂബക്കർ പോലെയുള്ള ഒരു അച്ഛന്റെ മകനായി ജനിച്ചു. ആ അച്ഛൻ നമുക്ക് കുഞ്ഞമ്മാമ പറയുന്ന കഥാപാത്രം വാത്സല്യം സിനിമയിലൂടെ തന്നു. ആ കഥാപാത്രം ഇന്നും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രമാണ്. ആരും മറക്കില്ല, സിനിമ കണ്ട ആരും ആ കഥാപാത്രം മറക്കില്ല. അപ്പൊ അത്രയും വേദന തന്നിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ഒരു അച്ഛന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് നവാസിനെ നോക്കുകയാണെങ്കിൽ പോലും നവാസ് ഒരിക്കലും അതുപോലെ വേദനിപ്പിച്ചിട്ടില്ല നമ്മളെ കഥാപാത്രങ്ങളിലൂടെ. ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളായിരുന്നു. അച്ഛനോളം വേദനിപ്പിച്ചില്ലെങ്കിൽ കൂടിയും ഈ മരണം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. ചെറുപ്പത്തിൽ മരിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ വളർച്ചയുടെ ഓരോ കാലത്തും നമ്മൾ കണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി മരിച്ചു. ആ നടന്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി മരിക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ, ഈവൻ രചനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും വിഷമമുണ്ടാക്കുന്ന ഒരു മരണമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും ഒരു ഷോക്കിംഗ് ആയിരുന്നു ഈ ഒരു വാർത്ത വന്ന സമയത്ത് പോലും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.